നേരെ ഡൽഹിയിലേക്ക് പോകുകയാണ്. അവിടെ ഇന്നലെ രാത്രി ജാഫറാബാദ് എന്ന പ്രദേശത്ത് വെടിവെപ്പുണ്ടായിരിക്കുന്നു. 2 സഹോദരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എന്താണ് സംഭവിച്ചത്? 2 സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഈ വെടിവെപ്പിന്റെ അടിസ്ഥാനം? ഇത് 2 ഗുണ്ടാ ടീമുകൾ തമ്മിലുള്ള പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും വിഷയങ്ങളാണോ? ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമികളെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ അക്രമത്തിന് പിന്നിലുള്ളത്? വ്യക്തിവൈരാഗ്യമാണോ, ഗുണ്ടാപ്പകയാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള വിവരം നിലവിൽ പോലീസ് നൽകിയിട്ടില്ല. ഇന്നലെ രാത്രി 1:30 ജഫ്രാബാദ് മേഖലയിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങിയ സഹോദരങ്ങൾക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് വെടിയുതിർത്തത്. ഈ വെടിവെപ്പിൽ ഫസീൽ, നദീം, ജഫ്രാബാദ് സ്വദേശികളായിട്ടുള്ള ഫസീൽ, നദീം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഫസീം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. നദീമിന് വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. രാത്രി 1:30 വീടിന് പുറത്തേക്ക് നടക്കാനിറങ്ങുകയാണ് ഇത്തരത്തിൽ ബൈക്കിലെത്തിയിട്ടുള്ള അക്രമികൾ വെടിവെച്ച് വീഴ്ത്തിയത്. തുടർന്ന് ബൈക്ക് ഉപേക്ഷിച്ചാണ് അക്രമികൾ കടന്നു കളഞ്ഞത്. അതുകൊണ്ട് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. ഒപ്പം മരിച്ചവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഈ അക്രമത്തിന് പിന്നിലുണ്ടായിട്ടുള്ള കാരണം എന്നത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം ഡൽഹി പോലീസ് നടത്തുകയാണ്. ഒപ്പം ആയുധം ഉൾപ്പെടെ എവിടെ നിന്ന് ലഭിച്ചു എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഗൗതം. ഓക്കെ, ഡൽഹി ജാഫറാബാദിലാണ് ഇന്നലെ രാത്രി വെടിവെപ്പുണ്ടായത്. 2 സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വെടിവെപ്പിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഡൽഹി പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് ജിഷ്ണു കൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.